ഖാത്തിമ. റഹ്മാനും റഹീമുമായ അല്ലാഹുവേ, ഒരുപാട് മുത്തുമോമിനീങ്ങൾ മുത്തുമോമിനാത്തുകൾ അവരവരുടെ വീടുകളിലിരുന്ന് മദീനയിലെ പച്ചക്കുബ്ബയിലേക്ക് നോക്കി നിന്നുകൊണ്ട് അല്ലാഹുവേ ഈ സംവിധാനത്തിലൂടെ ഞങ്ങളുടെ കൂടെ ഖുർആനോദി ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി അദ്ദാദ് ചൊല്ലി അസ്മാഉൽ ഹുസ്ന ചൊല്ലി സ്വലാത്തുകൾ ചൊല്ലി ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഹൃദയവും മനസ്സും സമർപ്പിച്ചുകൊണ്ട് ആമീൻ പറയുന്ന ഒരുപാട് മുത്തുമോമിനീങ്ങൾ മുത്തുമോമിനാത്തുകൾ. ഇന്നൽ ഈമാന ലയറിസു ഇലൽ മദീന കമാ തറിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. പാമ്പ് അതിന്റെ മാളത്തിലേക്ക് മടങ്ങും പോലെ ഈമാൻ അത് മദീനയിലേക്ക് മടങ്ങുമെന്ന് റഹ്മത്തുൽ ലിൽ ആലമീനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചതാണല്ലോ. അല്ലാഹ്, ഞങ്ങളെ ഈമാൻ മദീനയിലേക്ക് മടങ്ങുകയാണ്. അല്ലാഹുവേ, മദീനയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാം മദീനയെ ഞങ്ങൾ സ്നേഹിക്കുന്നു അല്ലാഹ്. മദീനയെ ഞങ്ങൾ പ്രിയം വെക്കുന്നു അല്ലാഹ്. മദീനയെ ഞങ്ങൾ ഹുബ്ബ് വെക്കുന്നു അല്ലാഹ്. മദീനയോട് ഞങ്ങൾ ഇഷ്ക് കാണിക്കുന്നു അല്ലാഹ്. മദീന ഞങ്ങളെ എല്ലാമാണ് അല്ലാഹ്. മദീന ആനന്ദമാണ് അല്ലാഹ്, സമാധാനമാണ് അല്ലാഹ്. മദീന വല്ലാത്ത കുളിർമയാണല്ലോ അല്ലാഹ്. മദീന വല്ലാത്ത ഹരമാണല്ലോ അല്ലാഹ്. അല്ലാഹുവേ, ആ മദീനയിൽ വന്ന് ഞങ്ങൾ നിന്നിലേക്ക് നീട്ടുന്ന കരങ്ങളാണ്. സ്വീകരിക്കണേ റഹ്മാനെ, കബൂൽ ചെയ്യണേ അല്ലാഹ്. മുത്തു റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇന്നാലിന്ന വിഷയങ്ങളെന്ന് ഓരോന്നും എടുത്ത് നിന്റെ മുന്നിൽ പറയേണ്ട ആവശ്യമില്ല എന്ന് പൂർണ്ണമായി ബോധ്യമുള്ള നിന്റെ അടിയാറുകളാണ് ഞങ്ങൾ. മുത്തു റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് എന്തെല്ലാം നിയ്യത്തുകൾ ആരെല്ലാം കരുതിയോ, അവരുടെ വിഷമങ്ങൾ എന്താണോ, പ്രയാസങ്ങൾ എന്താണോ, അല്ലാഹുവേ, ശാരീരികമാണോ, മാനസികമാണോ, കുടുംബപരമാണോ, സാമ്പത്തികമാണോ, എല്ലാം അറിയുന്ന റബ്ബേ, പരിഹാരം എല്ലാവർക്കും നീ നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ റഹ്മാനെ. ഒരാളെയും നീ വെറുതെ ആക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, വിഷമങ്ങൾ തീർക്കണേ അല്ലാഹ്. രോഗങ്ങൾ മാറ്റണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. കിടത്തത്തിലാക്കല്ലേ അല്ലാഹ്. കിടത്തത്തിലാക്കല്ലേ അല്ലാഹ്. കിടത്തത്തിലാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, സർവ്വ ഖൈറിന്റെ വാതിലുകളും ഞങ്ങൾക്ക് തുറന്നു തരണേ റഹ്മാനെ. ഞങ്ങളെ നീ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണേ അല്ലാഹ്. എന്തെല്ലാം വിഷയങ്ങളിൽ നീയത്തുകളുണ്ടോ, കച്ചവട സംബന്ധമായി, ബിസിനസ് സംബന്ധമായി, ജോലി സംബന്ധമായി, അല്ലാഹുവേ, ഉപ്പയെ ഉമ്മയെ മദീനയിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചവർ, യാ അല്ലാഹ്, പല മുറാദുകളും മനസ്സിൽ കരുതിയവരുണ്ട്. ബിസിനസ് സംബന്ധമായി, ട്രാവൽസ് സംബന്ധമായി മനസ്സിൽ കരുതിയവരുണ്ട്. വീട് സംബന്ധമായി മനസ്സിൽ കരുതിയവരുണ്ട്. അല്ലാഹുവേ, പല നിലക്കുള്ള പ്രശ്നങ്ങൾ പരിഹാരത്തിന് വേണ്ടി മനസ്സിൽ കരുതിയവരുണ്ട്. ഞങ്ങൾക്കൊന്നിനും പരിഹാരം നൽകാൻ കഴിയാത്ത ചണ്ടിച്ചവറുകളാണ് ഞങ്ങൾക്കൊന്നിനും കഴിയൂല. കഴിവുള്ളവൻ മുഴുവനും നീയാണ്. നിന്റെ കഴിവിന്റെ പരിധിക്ക് അതേ ഒരു പരിധിയില്ല. നിന്റെ കഴിവിന് യാതൊരു പരിധിയുമില്ലാത്ത യജമാനനാണല്ലോ നീ. നീ ചെയ്യാൻ തീരുമാനിച്ചാൽ എന്തിനു ചെയ്യുന്നു എന്ന് ചോദ്യം ചെയ്യാൻ ആരുമില്ലല്ലോ അല്ലാഹ്. നീ ചെയ്താൽ എന്തിനു ചെയ്തു എന്ന് നിന്നോട് ആരും ചോദിക്കൂലല്ലോ അല്ലാഹ്. നിന്റെതാണല്ലോ തീരുമാനം. മുത്തു റസൂലുള്ളാഹിനെ മുൻനിർത്തി ചോദിച്ചാൽ നീ ഞങ്ങളെ തട്ടൂല എന്നും ഞങ്ങൾക്ക് അറിയാമല്ലോ അല്ലാഹ്. അല്ലാഹുവേ, എന്തെല്ലാം പ്രശ്നങ്ങളാണോ, പ്രയാസങ്ങളാണോ, വിഷമങ്ങളാണോ, പരിഹരിക്കണേ റഹ്മാനെ. പരിഹരിക്കണേ അല്ലാഹ്. പരിഹരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഖജനാവ് വിശാലമാണല്ലോ അല്ലാഹ്. ഞങ്ങൾക്ക് ആവശ്യമായത് ഞങ്ങളെ കയ്യിലേക്ക് നീ എത്തിച്ചു തരണേ അല്ലാഹ്. ഇസ്സത്തുള്ള ജീവിതം തരണേ അല്ലാഹ്. കടങ്ങളെല്ലാം നീ വീട്ടിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഗർഭിണിയായ സഹോദരി
പ്രസവിച്ച ഉടനെ കുട്ടി മരണപ്പെട്ടു പോയി. അങ്ങനെ ഇപ്പോ രണ്ടാമതും ഗർഭിണിയായിട്ടുണ്ട്, ഗർഭത്തിൽ പ്രയാസങ്ങളുണ്ട് എന്നറിയിച്ച് കരയുകയാണ് ആ കുടുംബം. ദ്വാരക്കണം ഉസ്താദേ, മദീനത്തുനിന്ന് ദ്വാരക്കണമെന്ന് പറയുകയാണ്. പരിഹാരം നിന്റെ അടുക്കലുണ്ടല്ലോ അല്ലാ, കാമിലായ ആജിലായ പരിഹാരം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ലാ. എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും കണ്ണേറുകളിൽ നിന്നും നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നാഫിയായ ഇൽമു തരണേ അല്ലാ, ദർസ് നടത്താനുള്ള തൗഫീഖ് തരണേ അല്ലാ, ഇൽമു പറഞ്ഞു കൊടുക്കാനുള്ള വഴികൾ തരണേ അല്ലാ. അല്ലാഹുവേ, ഖൈറിന്റെ വാതിലുകൾ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാ. മുത്തു റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, ജോലിയിൽ വിവാഹപ്രായമായവര്, അല്ലാഹുവേ, കടമുള്ളവര്, രോഗികള്, വിഷമങ്ങളുള്ളവര്, പ്രയാസങ്ങളുള്ളവര്, പണങ്ങൾ കിട്ടാനുള്ളവര്, യാത്രയുടെ ഉദ്ദേശങ്ങളുള്ളവര്, അല്ലാഹുവേ, നൂറുകൂട്ടം പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം മദീനയുടെ ബറക്കത്ത് കൊണ്ട് പരിഹരിക്കണേ اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم. ഇന്നും രാവിലെ മദീനയിൽ വെച്ച് കണ്ട ഒരുപാട് ആളുകൾ പല വിഷയങ്ങൾക്കും വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അതുപോലെ 12 വർഷമായി കല്യാണം കഴിഞ്ഞ് മക്കളില്ല വിഷമം പറഞ്ഞവരുണ്ട്. വിസ ലഭിച്ചില്ല, 5 മാസമായി കിട്ടാത്തത്, അത് കിട്ടാൻ